എന്താണ് ടി എ ട്രാൻസാക്ഷണൽ അനാലിസിസ്? ട്രാൻസാക്ഷണൽ അനാലിസിസ് ശരിക്കും ഒരു സൈക്കോതെറാപ്പി സിസ്റ്റമാണ്. പേഴ്സണൽ ഗ്രോത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന, സ്വയം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഏറ്റവും പെട്ടെന്ന് ലളിതമായി പഠിച്ചെടുക്കാവുന്ന ഒരു സിസ്റ്റമാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. അതിലൊരു പേഴ്സണാലിറ്റി തിയറിയുമാണ്, അതോടൊപ്പം ഒരു സൈക്കോതെറാപ്പി ടൂളായി ഉപയോഗിക്കുന്നു. അതുപോലെ ആളുകൾ ഇടപെടുന്ന സ്ഥലങ്ങളെല്ലാം, കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നിടത്തെല്ലാം, അതുപോലെ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കുന്നതിന് എല്ലാം നമുക്ക് ടി എയുടെ ടൂൾസ് ഉപയോഗിക്കാം. അതുപോലെ ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന്, പോലീസ് ഓഫീസേഴ്സിന്, ഓർഗനൈസേഷണൽ ഡെവലപ്മെൻ്റ് ഉള്ളവർക്ക് എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി ടൂളാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി തിയറിയും അതോടൊപ്പം തന്നെ ഒരു സൈക്കോതെറാപ്പി ടൂളുമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും ടി എ എന്ന് പറയുന്ന ട്രാൻസാക്ഷണൽ അനാലിസിസ്. അതിൽ ട്രാൻസാക്ഷണൽ അനാലിസിസിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയും. അതായത് നമ്മളിൽ തന്നെ 3 തരം ഒരു പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്ന സമയത്ത് ഒരാളിൽ തന്നെ 3 തരം ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ടാവും. നമ്മൾ സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ, അതുപോലെ വികാരങ്ങൾ, നമ്മളുടെ പെരുമാറ്റം എല്ലാം എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ചില സമയത്ത് നമ്മൾ കുട്ടികളെ പോലെ പെരുമാറും, ചില സമയത്ത് നമ്മൾ നല്ല ഗ്രോണപ്സ് അഡൾട്ട് ആയിട്ട് പെരുമാറും. എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എനിക്കെന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് ഹിയർ ആൻഡ് നൗവിൽ നിന്ന് പെരുമാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ പാരൻസ് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതേപോലെ പെരുമാറും. ചിലപ്പോൾ കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണോ പാരൻറ്റിങ് സ്റ്റൈൽ കിട്ടിയത് അതേ സ്റ്റൈലിൽ നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് പറയും. എന്നിട്ട് കുട്ടികൾ നമ്മളോട് പറയും, ഇത് അമ്മമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന പോലെ തന്നെയാണല്ലോ എന്ന് കുട്ടികൾ നമ്മളോട് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, അതേ കാര്യമാണ് ഞാനെടുത്ത് പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി തിയറി മനസ്സിലാക്കുന്ന സമയത്ത് ഈഗോ സ്റ്റേറ്റ് മോഡലിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതായത് 3 ഈഗോ സ്റ്റേറ്റ്സ്: പാരൻ്റൽ ഈഗോ സ്റ്റേറ്റ്, അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്, അതുപോലെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളുടെ അച്ഛനോ അമ്മയോ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതേപോലെ അതേ പെരുമാറ്റം, അതേ ചിന്തകൾ, അതേ ഫീലിങ്സ് നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് നമ്മൾ പാരൻ്റൽ ഈഗോ സ്റ്റേറ്റിലാണ്. ഈ പാരൻ്റൽ ഈഗോ സ്റ്റേറ്റ് അച്ഛൻ്റെ അമ്മേൻ്റെ മാത്രമായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടാവാം, അതെ മുത്തശ്ശനെയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ ആരെങ്കിലും നമ്മൾ മോഡൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കെയർ ടേക്കേഴ്സ്, അവരാരുമല്ല നമ്മളെ ഒരു കെയർ ടേക്കറായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ മോഡൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പം ആ ഈഗോ സ്റ്റേറ്റാണ് നമ്മുടെ പാരൻ്റൽ ഈഗോ സ്റ്റേറ്റായിട്ട് വരിക. അതുപോലെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയാകുമ്പോൾ എങ്ങനെ പെരുമാറിയോ, എങ്ങനെ ചിന്തിച്ചോ, എങ്ങനെ ഫീൽ ചെയ്തോ, എങ്ങനെ നമ്മളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തോ അതേപോലെ നമ്മൾ പെരുമാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുക. അതുപോലെ തന്നെ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ റിസോഴ്സസ് എനിക്കുണ്ടോ, ഒരു ഗ്രോൺ അപ്പ് പേഴ്സൺ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതെല്ലാം ഉപയോഗിച്ച് ഒരു ഹിയർ ആൻഡ് നൗവിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഒരു പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഈ അഡൾട്ട് ഈഗോ സ്റ്റേറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അഡൾട്ട് ഈഗോ സ്റ്റേറ്റിൽ പെരുമാറ്റം, ചിന്ത, വികാരമെല്ലാം ഒരു പൂർണ്ണമായും വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിയുടെ പെരുമാറ്റവും അതേപോലെ അവരുടെ ആ ഫീലിങ്സും അതേപോലെയുള്ള ചിന്തകളും ആയിരിക്കും. ഇങ്ങനെ 3 ഈഗോ സ്റ്റേറ്റ്സ് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് അസസ് ചെയ്ത് നോക്കും, ഓരോ സമയത്ത് നിങ്ങൾ ഏത് ഈഗോ സ്റ്റേറ്റ്സ് ആണ് പുറത്തെടുക്കുന്നത്, അതുപോലെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഈഗോ സ്റ്റേറ്റ് ഏതാണെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ബാക്കി അടുത്ത ദിവസം. താങ്ക് യു.